സിസ്റ്റർ ബാപ്സി ജോസഫ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ഫിലദൽഫിയയിൽ നിന്നും കർത്താവിന്റെ ദാസി പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവില് ഹല്ലേലൂയ ആ പാട്ട് കർത്താവ് സ്വത്ത് വെച്ച് കേട്ട് അതിന്മേൽ അനുഗ്രഹ സംബന്ധി ദൈവം പകരും പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാനിടയായി തീരുടെ പാട്ടിനെ കർത്താവ് വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിരുന്നു. ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനായി. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനായി. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതുണ, എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതുണ, എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ
മാനമേ അവൻ മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി നിൽവെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി നിൽവെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്ത് രോഗത്ത് പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്ത് രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. मेरा यीशु मुझको भला है, वो ही काफी सदा सर्वदा. मेरा यीशु मुझको भला है, वो ही काफी सदा सर्वदा. दुखों में रोग में हर मुसीबत में मेरा मन वो ही काफी तुझे. दुख में रोग में हर मुसीबत में मेरा मन वो ही काफी तुझे. Thank you. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തുവല്ലോ. ഹല്ലേലൂയ. പാട്ട് പാടിയപ്പോൾ അതിന്റെ ഓരോ വരികളും നമുക്ക് ഹല്ലേലൂയ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ഇവിടെ മകൻ കൊടുത്തിരിക്കുന്നു. ഏൽപ്പിച്ച താലന്തുകൾ അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാനും പാടുവാനും കർത്താവിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ശുശ്രൂഷിക്കാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം അധികമായ അഭിഷേകം കൃപയും പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രേരണ അനുഗ്രഹ വിഷയമാക്കി മക്കളെ നിർത്തിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. പാട്ട് പാടിയപ്പോൾ ആ പാട്ടിന്റെ സ്വരം നമ്മുടെ കർത്താവ് കേൾക്കുകയും ഹല്ലേലൂയ പാട്ടോടെ നാമത്തെ സ്തുതിപ്പാനിടയായിട്ടുള്ള മഹത്വം കർത്താവ് എടുത്ത് അനുഗ്രഹ സമൃദ്ധി നമ്മുടെ മേൽ ദൈവം പകർന്നു. സ്തോത്രം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആലപിക്കുവാൻ ദൈവം അധികമായ കൃപ അഭിഷേകം പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തരെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പോലും ഓഡിയൻസിലിരിക്കുന്ന ആ ജനത്തോട് പറയുന്നു, ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവശബ്ദം വചനം ദൈവമാകുന്നു. ഹല്ലേലൂയ. അതിനെത്തിക്കൂടെ ഹല്ലേലൂയ പുറപ്പെടുന്ന വാക്കുകൾ ദൈവശബ്ദമാകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധിയാൽ കൂടെ ദൈവം പകരും. രോഗികളായിട്ടിരിക്കുന്നവരെ സൗഖ്യമാക്കും. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടോ വചന കേൾവിയിൽ അതെല്ലാം നമുക്ക് പ്രാപിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. വചനത്തിന്റെ വാലുകളുടെ ഭക്തരെ തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗപിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവേ. അതുപോലെ ഈ ബുധനാഴ്ചയും ദൈവസന്ധി കടന്നു വരുവാനും ഹല്ലേലൂയ കർത്താവിന്റെ സന്ധിയിൽ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആയുസിന്റെ നിമിഷം വരെയും കർത്താവ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രികാലവും നന്ദിയുള്ളവരായ ദിവസം ഞങ്ങളായിരിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഹല്ലേലൂയ വർഷത്തിന്റെ ഈ അവസാന മാസങ്ങൾ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ഹല്ലേലൂയ. തന്നിരിക്കുന്ന ആയുസ്സിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും ബലത്തിനും എല്ലാത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ.
ഈ രാത്രി കാലങ്ങളിൽ കടന്നു എല്ലാവരെയും ദേവാലയങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധർമാവ് നേറെ നിലത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമായിരിക്കാലോ സ്തോത്രം. രാത്രികാലവും കർത്താവ് അങ്ങനെ ചെയ്യുന്ന ദൈവമായിരിക്കാലോ അവിടുത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളുടെ ചെറുതും ബന്ധമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ രാത്രികാലം കർത്താവിന്റെ ഇടങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യയുടെ അന്തല്ലായ ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്ന കർത്താവ് പിന്നെയും വഴി നടത്തി സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വമാനവും കർത്താവിന് തരുന്നു. അടികളെല്ലാം ദൈവങ്ങൾ ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ വചനം കേൾപ്പാൻ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൂടെ ദിവസത്തിൽ പിന്നെയും ആയിരിക്കാൻ പ്രാർത്ഥനയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. വരവനായി വചനം പോലെ ഒരുങ്ങുവാൻ ഞങ്ങളെല്ലാം കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വമാനവും കർത്താവിന് തരുന്ന പ്രാർത്ഥന കിട്ടിക്കാല സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നീതിമാനായ ദൈവവും നേരുള്ള വചനവും ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിർമ്മല വചനമാകുന്നു. സ്തോത്രം. ഉലയിൽ ഉരുക്കി ശുദ്ധി ചെയ്യുന്ന വചനമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നേരുള്ള വചനമാണ്. ഹല്ലേലൂയ. സൃഷ്ടിക്കുന്ന വചനമാണ്, സൗഖ്യമാക്കുന്ന വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്, എന്നേക്ക് സ്ഥിരമായ വചനമാണ്, മാധുര്യമേറിയ വചനമാണ്, കാലിന് ദീപമായ വചനമാണ്, പ്രകാശപ്രദമായ വചനമാണ്, സത്യമായ വചനമാണ്, പ്രകൃതികളെ നിയന്ത്രിക്കുന്ന വചനമാണ്. വചനം ദൈവമാണ്. നമുക്ക് കേൾപ്പാൻ യഹോവയുടെ വചനം, ഹല്ലേലൂയ, യഹോവയുടെ ശബ്ദം ഈ രാത്രികാലം കേൾപ്പാൻ വളരെ ഭയഭക്തിയോടും വിറയലോടും താഴ്മയോടും വിശ്വാസത്തോടും ഹല്ലേലൂയ ആർച്ചയോടും ഹല്ലേലൂയ നമുക്ക് ദിവസത്തിലായിരിക്കാം. വചനം സൂക്ഷിക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ യുവാഞ്ചലിക്സ് ഹല്ലേലൂയ ജോസഫ് പാലമട്ടം ദൈവാസിനെ ഫിലദൽഫിയയിൽ നിന്നും ആദരവോട് സ്നേഹത്തോടും ഹല്ലേലൂയ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വയ്യ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇപ്രകാരം ഈ ഒക്ലോമ പ്രയർ ലൈനിലൂടെ ദൈവസനിലേക്ക് അടുത്തു വരുവാന്, അനേക ഷെഡ്യൂളിൽ പ്രാർത്ഥിപ്പാന്, പാടി ദൈവത്തെ ആരാധിപ്പാന് ഒക്കെ നമുക്ക് ദൈവം കൃപ ചെയ്യുന്നല്ലോ. വചനത്തിൽ ധ്യാനിപ്പാനൊക്കെ പഠിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാലം മീറ്റിംഗിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ വലിയ ദാസനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ദൈവാസനെ തെരഞ്ഞെടുക്കുന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രാർത്ഥനകളൊക്കെ വിലയേറിയ പ്രാർത്ഥനകളാക്കുകയും കേട്ട ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. പാട്ടുപാടി വേൽസി പ്രാർത്ഥിച്ച പ്രിയ ദേവദാസ് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒക്ലോമ പ്രയർ ലൈൻ നൽകി വരുന്ന താന്റെ പ്രിയദാസൻ ചെറിയാനെയും ബിജയും മക്കളെയും ഓർക്കുന്നു. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പിന്നെയും ദൈവനാമത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ അതനേർക്ക് അനുഗ്രഹത്തിന് വിടുതൽ നാമത്തിന് വേണ്ടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയറിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ സന്നിധിയിലായിരിക്കുന്നതും ദൈവജനം കേൾക്കുന്നതും നമുക്ക് അനുഗ്രഹവും വിടുതലുമായി തീരും. അത് നമ്മെ ദൈവത്തിലേക്ക് കുറെ കൂടെ അടുപ്പിക്കുന്നതിനിടയായി തീരുമല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശുക്രിസ്തുനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ഒന്ന് ടച്ച് ചെയ്ത് മുന്നോട്ട് കടന്നാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേലും പാലസ്തീനുമായിട്ടുള്ള ആ സംഘർഷാവസ്ഥയൊക്കെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായി. ഇസ്രയേലിലെ പലര് കൊല്ലപ്പെടുന്നതിനിടയായി തീർന്നു. പലരും മുറിവേറ്റ് ഹോസ്പിറ്റലിലാണ്, പലരും ബന്ദികളായിരിക്കുന്നു. ഇസ്രയേലിന്റെ ലീഡർഷിപ്പിലുള്ളവരെ ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് തന്നെ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. പലസ്തീനിലും അനേകര് ഇതിനകത്തൊന്നും ഉൾപ്പെടാത്ത പലര് കൊല്ലപ്പെടുന്നു. അവിടെയും ഭാരങ്ങളും പ്രയാസങ്ങളുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാനും മറ്റു രാജ്യങ്ങളും ഒക്കെ പക്ഷം പിടിച്ച് വെല്ലുവിളിച്ചൊക്കെ നിൽക്കുന്ന സാഹചര്യം. അത് പിന്നെയും വ്യാപകമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടയായി തീരരുത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ലീഡർഷിപ്പിലുള്ള ഇസ്രായേൽ ലീഡർഷിപ്പിലുള്ളവർക്കും ഒക്കെ ദൈവത്തിന്റെ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ പലസ്തീനിലുള്ളവരും കഷ്ടത്തിൽ കടന്നു പോകുന്നു. മറ്റു രാജ്യങ്ങൾ അത് ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകം അമേരിക്കയുടെ പ്രസിഡന്റിനെയും ലീഡർഷിപ്പിനെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ പ്രസിഡന്റൊക്കെ ഇക്കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കും ദൈവജ്ഞാനവും ദൈവത്തിന്റെ കൃപയൊക്കെ പരേണ്ടത് ആവശ്യമാണ്. അതിനേക്കാൾ മറ്റൊരു വിഷയം കൊണ്ടുള്ളത്, അമേരിക്ക ഇപ്പോൾ 2 യുദ്ധമുഖത്ത് യുക്രൈനിലും ഇസ്രായേലിലും യുദ്ധമുഖത്ത് സഹായിച്ചിരിക്കുന്നു. സൈനികമായി സാമ്പത്തികമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ ദേശത്തെയും ദോഷമായി ബാധിക്കാതെ വണ്ണം, സാമ്പത്തിക രംഗത്തൊക്കെ തകർച്ച ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം
ഈ ദിവസം ദൈവം സഹായിക്കേണ്ട ആവശ്യമാണ്. നമുക്കിവിടെ പാർക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നന്മ നമ്മുടെ നന്മയാണ്. നമ്മുടെ നന്മ ദൈവനാമത്തിന് മുഖത്തിന് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ രണ്ട് യുദ്ധമുഖത്തെ യുദ്ധങ്ങൾ അവസാനിക്കേണ്ടത് ആവശ്യമാണ്. യുദ്ധങ്ങൾ അവസാനിച്ച് നമുക്കറിയാം അവസാന സമയമാകുമ്പോൾ അസമാധാനവും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമ്മൾ പ്രാർത്ഥനയും കടപ്പെട്ടവരാണ്. ഈ രാജ്യത്തെയും ഇസ്രായേലിനെയും യുക്രൈനെയും മറ്റ് ദേശങ്ങളെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവ പ്രാർത്ഥന കേട്ട് നമുക്ക് ഡെലിവറി ചെയ്യട്ടെ. ദൈവത്തിന്റെ ജനം ഈ ദിവസങ്ങളിൽ ഉണരുവാനുള്ള അവസരമാണ്. ഇസ്രായേലിനെയും ഈ ദൈവത്തിനെതിരെയൊക്കെ തട്ടി ഉണർത്തുന്ന സമയങ്ങളാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളത് വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റും മറ്റ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കും ഒന്നുകൂടെ ഒരുങ്ങുവാനും ഉണരുവാനും ഒക്കെ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും പ്രാർത്ഥിക്കാം. നമ്മുടെ വചന പഠനത്തിന് മുമ്പായി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വചനമണ്ഡലത്തിലേക്ക് കടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രി വേളയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാലെ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധാനം അടുത്തൊരു കൊണ്ടക്കണം അവിടുന്ന് സഹായിച്ചല്ലോ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങൾ കൃപ ചെയ്തല്ലോ. ഞങ്ങൾ ഓർത്തുപോലെ മിഡിൽ ഈസ്റ്റിനെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററെയും അവരുടെ വാർ ടൈം ക്യാബിനറ്റിനെയും ഒക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരും ഏറിയ ഭാരത്തിലായിരിക്കുന്നല്ലോ. ബന്ദികളായ പലര് ഗാസയിലായിരിക്കുന്നു. പലര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പലര് മുറിവേറ്റവരായി ഹോസ്പിറ്റലിലായിരിക്കുന്നു. ഗാസയിലേക്ക് കടന്നു കയറാനായി ആർമിയൊക്കെ റെഡിയായിരിക്കുന്ന സാഹചര്യം. ഇറാന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഗാസയിൽ അനേകര് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും അതിനകത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നല്ലോ. അവിടുന്ന് തന്നെ അതിന്മേലെ ഒരു നീക്കമൊക്കെ ഉണ്ടാക്കി സഹായിക്കണമേ. ഇസ്രായേലിന്റെ ലീഡർഷിപ്പിന് അവർക്ക് ആവശ്യമായ ദൈവീയ ജ്ഞാനം പകർന്നു കൊടുത്ത് അവിടുത്തെ ഇതപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ടാക്കണമേ. അത് യുദ്ധത്തിനൊക്കെ ഒരു അവസാനം ഉണ്ടാകേണ്ടതിന് മുഖാന്തരമാക്കണമേ. യുദ്ധങ്ങൾ മറ്റു രാജ്യങ്ങളിലൂടെ ഉൾപ്പെട്ട് വ്യാപിപ്പാനായി അതൊരു മറ്റു വലിയ പ്രശ്നമായി തീരാതെ വണ്ണം അവിടുന്ന് ഇടയാക്കി സഹായിക്കണമേ. അതുപോലെ യുക്രൈനെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ദേശത്തോടും കരണവും അവിടെയും അനേക ദൈവമക്കള് ദേശം വിട്ടോടിപ്പോയി ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി അന്യദേശത്ത് കഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങേ ആരാധിക്കുന്നവർ അവർ മടങ്ങി വന്ന് ദേശത്ത് പാർത്ത് അങ്ങേ ആരാധിപ്പാനും അനേകരങ്ങ് കണ്ടുമുട്ടാനൊക്കെ ആ ദേശത്തും അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമേ. അവിടെയും ആ യുദ്ധത്തിന്റെ അവസരങ്ങൾക്ക് മാറ്റം ഉണ്ടാകുവാന് അവിടുന്ന് ഇടയാക്കി തീർക്കണം. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ നാഥന്റെ വരവ് ആസന്നമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ വരവിനായി ഒരുങ്ങുവാൻ അനേകം ഒരുക്കുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണം. ഈ രാത്രികാലം വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ വലിയ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ഉള്ളത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളെ പിന്നെയും അവിടുത്തെ വരവിനായി ഇത് പോൽക്കാൽ ഒന്നുകൂടി ഒരുക്കുവാന് അവിടുത്തെ നാമത്തിന് വേണ്ടി ഒന്നുകൂടെ ശക്തിയോടെ മുന്നോട്ട് പോകുവാന് അനേകരുടെ മധ്യേ അവിടുത്തെ നാമത്തെ ഉയർത്തുവാന് അനേകർക്ക് വിടുതൽ കണ്ടെത്തി വന്നേക്കണം. ഇന്നത്തെ പഠന മുഖാന്തരമായി അവിടെ ഞങ്ങളെ സഹായിക്കണം. ഈ ഫോണിലെല്ലായിരിക്കുന്ന എല്ലാവരും ഓർക്കുന്നു. ഓരോരുത്തരുടെ ഉള്ളങ്ങളെ, ആവശ്യങ്ങളെ, പ്രാർത്ഥനകളെ, വേദനകളെ എല്ലാം അവിടെ നന്നായി അറിയുന്നല്ലോ. എല്ലാവരുടെയും ഉള്ളങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രികാലം അവിടുത്തെ പാദപടിയായിരിക്കുന്നത് അടികൾക്കൊക്കെ വിടുതലും അനുഗ്രഹത്തിനും ആത്മീയ വർദ്ധനയ്ക്ക് കാരണമാക്കി തീർക്കണം. കൃപയുടെ കാര്യങ്ങൾ താഴ്മയോടെ ഏൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടികൾ അങ്ങ് സ്തുതിക്കുന്നു. യേശു ക്രിസ്തു മൂലം തന്നെ ആമേൻ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിലാണ് പഠിച്ചു വന്നത്. ആ ഭാഗത്ത് നിന്ന് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ വളരെ വേഗം അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ അവിടെ നമ്മൾ 19-ാം വാക്യത്തിൽ 1:19 നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതിന് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണധൈര്യമുണ്ട്. ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാളാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നപോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യും. ഇവിടെ പൗലോസ് വിശ്വാസ കണ്ണുകളാലെ തന്റെ ജീവിതത്തെ കാണുകയാണ്. വിശ്വാസ കണ്ണാലെ നോക്കുമ്പോൾ ദൈവത്തിന്റെ തന്നിലൂടെയുള്ള പ്രവൃത്തികൾ പൗലോസിന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവിക പദ്ധതികളെ തിരിച്ചറിയാൻ കഴിയാത്തവരെ സംബന്ധിച്ചോളം തങ്ങൾ നേരിടുന്ന ഭാരമേറിയ സാഹചര്യങ്ങളുടെ മധ്യത്തില് പരാതി പറയുന്നതിനാ തീർന്നിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാനും ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പൗലോസിനെ പോലെ ദൈവം നമ്മിലൂടെയും ചെയ്യുന്ന പ്രവർത്തികൾ അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൽ വിശ്വാസത്താലെ അത് കാണുവാന് അതെന്താണെന്ന് മനസ്സിലാക്കുവാന് ആ ദൈവിക പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുവാന് അതിനോട് ചേർന്നിരിപ്പാൻ നമുക്ക് കഴിയണം. ദൈവം ചെയ്യുന്ന എല്ലാം നന്മയ്ക്കായിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ മനസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാം നന്മയ്ക്കായതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദോഷവും തോന്നിയാലും അതല്ലാതെ ഭാരവും തോന്നിയാലും ദൈവത്തിൽ താണിരിപ്പാനും ദൈവിക പദ്ധതിയോട് ചേർന്നിരിപ്പാൻ ഇടയായി തീരട്ടെ. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും.
അതുപോലെ 21 വാക്യങ്ങൾ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിൽ എനിക്ക് വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാളും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ജഡത്തിരിക്കുന്ന നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചാണ്, ഇവിടെ നാം ചിന്തിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇവ രണ്ടിനാളും ഞാൻ ഞെരുങ്ങുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തമ്മിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഇവിടെ പൗലോസിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ശരികൾക്ക് മധ്യയാണ്. രണ്ട് ശരികൾ മുമ്പ് വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാനുള്ള രണ്ടും ശരിയായ കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ മധ്യ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടുന്നത് ഒരു പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട്ടിരിക്കുകയോ അല്ലെങ്കിൽ ജഡത്തിൽ ഇരിക്കുകയോ എന്നുള്ള ആ ഒരു കാര്യം വരുമ്പോൾ. അപ്പൊ എന്നാൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തേത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുക എന്നതാണ്. അത് അത്യുത്തമമാണ്. ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക, ക്രിസ്തുവിനെ കാണുക, അത് വളരെ ശ്രേഷ്ഠപരമായ അനുഭവമാണ്. അതാണ് പൗലോസിന് തിരഞ്ഞെടുക്കുവാൻ താല്പര്യമുള്ളത്. നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ നാം എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? പലപ്പോഴും ദൈവത്തിന്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ച പോലെ മരിക്കുവാൻ വലിയ ഭയമുള്ളവർ, മരണഭയമുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ കർത്താവിന്റെ ഹിതം എന്താണോ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കാനാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്, അത്യുത്തമമാണെന്നുള്ള ചിന്തയും നമ്മെ ഭരിക്കുവാൻ തീരട്ടെ. എന്നാൽ സുവിശേഷ പ്രവർത്തനം ദൈവജനത്തിന്റെ പ്രയോജനപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്റെ സ്വന്തം ഇഷ്ടത്തെക്കാൾ ഉപരി ദൈവജനത്തെയും താൻ മൂലം രക്ഷിക്കപ്പെടാൻ ഇടയുള്ളവരെയും ഓർത്ത് താൻ ജീവനോട്ടിരിക്കുന്ന നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമെന്നാണ് പൗലോസിൽ പറയുന്നത്. നാം ഓരോരുത്തരുടെ മുമ്പിൽ ഇപ്രകാരമുള്ള തിരഞ്ഞെടുപ്പിന്റെ അവസരങ്ങൾ വരുമ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവീയ ആരാധനപ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തി മുൻപോട്ട് പോകാനും അങ്ങനെ ചൂടുകൾ വയ്ക്കുവാനും നമുക്കിടയിൽ തീരണം. അപ്പോൾ നമുക്കും മറ്റൊന്നേർക്കും നമ്മളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അങ്ങനെ ദൈവം നമ്മെ അതിനൊക്കെ സഹായിക്കട്ടെ. നമ്മൾ തുടർന്ന് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിയും സന്തോഷനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കും എന്നും അറിയുന്നു. And being confident of this, I know that I shall remain and continue with you all for your progress and joy of faith. ഈ ഭാഗത്ത് ക്രിസ്തുവിന്റെ പോർക്കളത്തിൽ വിശ്രമം കൂടാതെ മുൻനിരയിൽ നിന്ന് രാപ്പകൽ പടപൊരുതിയ ആ വീരയോദ്ധാവായ അപ്പോസ്തലനായ പൗലോസിന്റെ ശുഭപ്രതീക്ഷ ഇപ്രകാരമായിരുന്നു. മറ്റ് വിശ്വാസികളെ ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടിരുവാൻ തന്റെ ന്യായമായ അഭിലാഷങ്ങൾ പോലും ബലി കഴിക്കുവാൻ പൗലോസ് തയ്യാറായി. ഇടയ്ക്ക് പറയട്ടെ, ലോകത്തിലെ മറ്റെല്ലാ ജോലികൾ ചെയ്യുന്നവർക്കും അതിൽ നിന്ന് റിട്ടയർമെന്റ് ഉണ്ട്, അതിൽ വിശ്രമമുണ്ട്. എന്നാൽ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ഈ ലോക ജീവിതകാലത്ത് അതിൽ നിന്നൊരു റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, അപ്പോസ്തല പിതാക്കന്മാരൊക്കെ അവരുടെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നത് മരണത്തോടു കൂടിയായിരുന്നു. അത് തന്നെയാണ് ഇന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിക്കുമ്പോഴാണ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതാണ് ദാനിയേൽ പ്രവചനം 12:13 നാം വായിക്കുന്നത്. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരിയെ പ്രാപിപ്പാൻ എഴുന്നേൽപ്പ് വരും. അപ്പൊ ദൈവ വചനത്തിൽ മരണത്തിന് നിദ്ര അഥവാ വിശ്രമം എന്നും ഉയർപ്പിന് ഉണരുകയെന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോഴും മരണത്തിന് നിദ്ര എന്ന വാക്കും ഉയർപ്പിന് ഉണരുക എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചോളം വിശ്രമം എന്ന് പറയുന്നത്, ഉറക്കമെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമാണ് ആ വിശ്രമം നമുക്ക് ഉള്ളത്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം തരുന്ന അവസരങ്ങളൊക്കെ നമുക്ക് ആ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ അല്ലെ നമുക്ക് ആരോഗ്യമൊക്കെ ഉള്ള സമയത്തൊക്കെയും ദൈവനാമത്തോട് പ്രവർത്തിപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതാണ് ദൈവജനത്തിന്റെ ആ സുവിശേഷ വേലയുടെ പ്രവൃത്തികളുടെ, ദൈവജനത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ സുവിശേഷ വേലയെ സംബന്ധിച്ചുള്ള പ്രത്യേകത. ഇവിടെ നമ്മൾ വായിച്ച് ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷനുമായി 1:25 സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോട് എല്ലാവരും കൂടി ഇരിക്കും എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു പക്വത വന്ന വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട മാതൃകാപരമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എതിർപ്പുകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഉറച്ചു നിൽക്കുക, ചുറ്റുപാടുമുള്ളവരുമായി ഒരേ ആത്മാവിൽ പ്രവർത്തിച്ച് മുന്നേറുക, ഒപ്പമുള്ളവരുമായി ഒരു മനസ്സോടെ പ്രവർത്തിക്കുക, അതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരേ ഉദ്ദേശത്തോടെയും ഒരേ ലക്ഷ്യത്തോടെയും മുൻപോട്ട് നീങ്ങുന്നവരാകിയാൽ കൂടെയുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നാണ് യഥാർത്ഥ വിശ്വാസം ചെയ്യേണ്ടത്. പോർക്കളത്തിൽ ആയിരിക്കുന്ന ഒരു പടയാളിയും തനിയെ ഒരു യുദ്ധത്തിനും പോകാറില്ല. മറ്റാരുമായും ബന്ധമില്ലാതെ തനിയെ ജീവിക്കുക എന്നതല്ല, പിന്നെയോ മറ്റു വിശ്വാസികളെ ചേർന്ന്
ദൈവത്തിന്റെ പണി ഒരുമിച്ച് ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത്, അല്ലെ ചെയ്യേണ്ടത്. അതില് ദൈവത്തെ ആരാധിക്കുന്നതും സുവിശേഷീകരണവും അവിശ്വാസികളെ നേടുന്നതും വിശ്വാസത്തിൽ ബലയും താങ്ങുന്നതും പുതിയ വിശ്വാസികളെ പണിതെടുക്കുന്നു, വിശ്വാസികളെ വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുന്നതിനും അല്ലെങ്കിൽ ഭൗതിക ജനിക്കും അനുഭവിക്കുന്നവരെ സഹായിക്കുന്നു തുടങ്ങി അനേക കാര്യങ്ങൾ ഉൾപ്പെടും. ഈ ലോകത്തിലെ ദൈവത്തിന്റെ പദ്ധതികൾ വലിയൊരു പ്രവൃത്തിയാണ്. അത് ലോകത്തിന്റെ സകല ദൈവങ്ങൾ ഒരുമിച്ചാണ് പണിത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തന്റെ പ്രവർത്തനത്തിലൂടെ ഒരാൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം തൃപ്തനായി കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല അപ്പോസ്തലനായ പൗലോസ്. ഓരോ രക്ഷിക്കപ്പെടുന്ന വിശ്വാസിയും കുറഞ്ഞത് 7 കൂട്ടം കാര്യങ്ങളെങ്കിലും ഉള്ളവരും, അതുമാത്രമല്ല ജീവിതത്തിൽ അതിൽ അനുദിനം അഭിവൃദ്ധി പ്രാപിച്ച് ദൈവരാജ്യത്തിന് ഏറ്റവും പുറകെയുള്ള തീരണമെന്നാണ് പൗലോസ് ആഗ്രഹിച്ചത്. എന്തൊക്കെയാണ് 7 കൂട്ടം കാര്യങ്ങളെന്ന് ഈ വചനഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത് അപ്പോസ്തലൻ പൗലോസ് ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്ന സ്നേഹത്തെ പറ്റിയാണ്. 1-ാം അധ്യായം 9-ാം അധ്യായത്തിലൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിധത്തിലും വർദ്ധിച്ചു വന്നിട്ട് യോഹന്നാൻ സുവിശേഷം 13:34 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. കൊരിന്ത്യർ ലേഖനത്തിലെ 13-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് തന്നെ വളരെ ദീർഘമായ സ്നേഹത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പുറക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോവും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ നീങ്ങിപ്പോവും. ആയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നാണ് വായിക്കുന്നത്. അപ്പം ഒന്ന് സ്നേഹം. രണ്ടാമത്തേത് പരിജ്ഞാനത്തെ പറ്റിയാണ്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിഭവത്തിലും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം പരിജ്ഞാനത്തെ പറ്റി അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ പുസ്തകത്തിൽ 6:6 യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ സകല വിവേകം, അതും 1:9 തന്നെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പം ദൈവനം ആ വിവേകത്തിൽ സകല വിവേകത്തിൽ വർദ്ധിച്ചിട്ടുള്ളത് അപ്പോസ്തലൻ പൗലോസ് ആഗ്രഹിക്കുന്നു. ഇവിടെ എബ്രായ ലേഖനം 5:14 കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റിയുള്ളൂ. അപ്പം അവിടെ ആ വിവേകം നന്മ തിന്മകളെ ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകത്തെ പറ്റി പറഞ്ഞു വരുന്നു. പിന്നെ അടുത്ത 4-ാമത്തേത് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവർ. 1:10 നിങ്ങളെ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നവിടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളെ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ഡിസൈൻ ചെയ്ത് ഏറ്റവും ഉത്തമമായത് എക്സലന്റ് ആയത് തിരഞ്ഞെടുക്കുവാൻ ഒരു വിശ്വാസിയായിരിക്കുന്നവർക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. പിന്നെ 5-ാമത് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരായിരിക്കും. അതും 1:10 നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പൂഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തു നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ അവിടെ പറഞ്ഞ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിരിക്കുക. ദൈവത്തില് അനേക പ്രാവശ്യം ആവർത്തിച്ച് അപ്പോസ്തലൻ പൗലോസ് ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസ് ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സിൻസിയർ ആൻഡ് വിത്തൗട്ട് ഒഫൻസ് എന്നും പ്യൂർ ആൻഡ് ബ്ലെയിംലെസ് എന്നും ഒക്കെ നമ്മൾ അതിന്റെ പല ട്രാൻസ്ലേഷൻ കാണാൻ സാധിക്കും. 1 തിമോഥെയോസ് 4:12 ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്നവിടെ അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു. 1 തിമോഥെയോസ് 6:13 നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവ് യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്ന് പറയുന്നത്. അപ്പം അവിടെ ആവർത്തിച്ച അപ്പോസ്തലൻ പൗലോസ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 6-ാമത്തെ കാര്യം ഫലം നിറഞ്ഞവരായി തീരുക. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് 1:11 പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുകയും ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പം ഇവിടെ ഫലം കായ്ക്കാൻ പറ്റിയ യേശുക്രിസ്തു തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നിങ്ങൾ ഫലം നിറഞ്ഞവരായി തീരണം, ഫലമില്ലാത്തവരായിട്ടല്ല ഫലം നിറഞ്ഞവരായി തീരണം. പിന്നെ പോയി ഫലം കായ്ക്കുന്നതൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്ത 8-ാമത്തെ കാര്യം വിശ്വാസം.
1:25 നമ്മൾ ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷവുമായി തന്നെ ഞാൻ ജീവനോട്ടിരിക്കും എന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കും എന്നും അറിയുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മീയമായ മറ്റേത് ഗുണങ്ങളെക്കാളും അവരുടെ വിശ്വാസമാണ് ദൈവം മാനിക്കുന്നത്. വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ സുരക്ഷിതത്വം. താൻ ജീവനോടെ ഇരിക്കുകയും ഫിലിപ്പിയോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുമെന്ന ശുഭപ്രതീക്ഷ മാത്രമല്ല, വേഗത്തിൽ അവരെ ചെന്ന് മുഖാമുഖമായി കാണും എന്ന വിശ്വാസം തനിക്കുണ്ടായിരുന്നു. ഫിലിപ്പ് 2:24 നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വാക്യങ്ങൾ ആ ഭാഗത്ത് എടുക്കുന്നില്ല, നമുക്കറിയാം, ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. 9ാമത്തെ കാര്യം അനുസരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ 2:12 അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം യോഹന്നാൻ സുവിശേഷം 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, അത് അല്ലെ കൽപ്പന അനുസരിക്കും എന്ന് നമ്മൾ കാണുന്നു. ലൂക്കോസ് സുവിശേഷം 6:46 നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് ചെയ്യുന്നത്. അപ്പം അനുസരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസി ഇക്കാര്യങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണമെന്നല്ല അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, അതുണ്ടായിരിക്കുകയും പിന്നെ അനുദിനം അതിൽ അഭിവൃദ്ധിപ്പെടണം, വളർച്ച പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് അപ്പോസ്തലൻ പൗലോസ് ഈ കാര്യങ്ങളിലല്ല. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഒരു പ്രത്യേകത. അതിൽ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനങ്ങളോ അല്ലെങ്കിൽ പഠിപ്പീരികളോ ഒക്കെ അതിനുവേണ്ടി വിശ്വാസത്തോടുള്ള ബന്ധത്തില് അതായിരുന്നു അപ്പോസ്തലൻ പൗലോസിന്റെ ലക്ഷ്യം. അനുദിനം അഭിവൃദ്ധിപ്പെടണം. പൗലോസിന്റെ ആഗ്രഹം അതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അതിന് സമയാസമയങ്ങളിൽ തക്കതായ ആഹാരം കഴിച്ച് പ്രതീക്ഷിക്കുന്ന വളർച്ച പ്രാപിക്കുന്ന പോലെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് പ്രതീക്ഷിക്കുന്ന ആത്മീയ വളർച്ച പ്രാപിച്ച് ദൈവത്തിനൊത്തവണ്ണം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ എബ്രായ ലേഖനത്തിൽ 5:12 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളത്തിന്റെ വീണ്ടും ഉപദേശിച്ചുവരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അപ്പോഴും അന്നത്തെ കാലത്ത് അപ്പോസ്തലൻ പൗലോസ് പഠിപ്പിക്കുന്നിടത്ത് പോലും കുറച്ചുപേരൊക്കെ ഈ കാര്യങ്ങളൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലർക്ക് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം പറയാനിടയാച്ചത്. അപ്പം വിശ്വാസി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം വളർച്ച പ്രാപിച്ചാലും അത് ശരിയായ വളർച്ചയായിരിക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതെന്താ? 1 സ്നേഹം, 2 പരിജ്ഞാനം, 3 സകല വിവേകം, 4 ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവര്, 5 ഫലം നിറഞ്ഞവരായി തീരുക, 6 വിശ്വാസം, 7 അനുസരണം. ഈ കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി പ്രാപിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഫലം നിറഞ്ഞവരായി തീരുക, അതും ഓക്കെ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നത്. അതിലൊക്കെ അഭിവൃദ്ധിപ്പെട്ട് വരണമെന്നാണ് ദൈവം അവരെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇപ്രകാരം വളർച്ച പ്രാപിച്ച് അഭിവൃദ്ധിപ്പെടുന്നവരെ ഏതൊരു കാര്യത്തിലും ദൈവത്തിന് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോഴ് ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളർച്ച പ്രാപിക്കാത്തവര് അവര് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. അപ്പം അതേസമയം ഇതിലെല്ലാം വളർച്ച പ്രാപിച്ച് അഭിവൃദ്ധിപ്പെടുന്നവരെ ദൈവത്തിന് ഏതൊരു സമയത്തും ഏതൊരു കാര്യത്തിലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ ആഗ്രഹമാണ് അപ്പോസ്തലൻ പൗലോസിനും ഉള്ളത്. അങ്ങനെ ഒരു വ്യക്തിത്വം വരുന്നത് ഈ തന്നിലൂടെ കടന്നു വരുന്ന വിശ്വാസത്തിൽ കടന്നു വരുന്നവര് അവര് ഈ കാര്യങ്ങളിൽ വർദ്ധിച്ച് അഭിവൃദ്ധിപ്പെട്ട് വരണം. അതായിരുന്നു അപ്പോസ്തലൻ പൗലോസിന്റെ ആഗ്രഹം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോസ്തലൻ പൗലോസ് തന്നെയും. അപ്പൊ റോമിലെ 2 വർഷം നീണ്ടു നിന്ന തടവ് ശിക്ഷയ്ക്ക് ശേഷം തനിക്ക് സ്പെയിനിൽ സുവിശേഷ വേല ചെയ്യണം എന്ന എന്റെ മുൻ അഭിലാഷപ്രകാരം അവിടെ എത്തിയെന്നാണ് ചരിത്രജ്ഞനായ ജോസിഫസിന്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. റോബർട്ട് ക്ലെയിന് 15:24 ഞാൻ സ്പാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാൻ ആശിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. റോബർട്ട് ക്ലെയിൻ 15:28 ഞാൻ അത് നിവർത്തിച്ചു, ഈ ഫലം അവർക്ക് ഏൽപ്പിച്ചു, ബോധ്യം വരിച്ച ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയിലേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. AD 62 ബന്ധനവിമുക്തനായ താൻ ക്രേത്തയിൽ പോയിരുന്നതായി തീത്തോസ് 1:5 കാണുന്നുണ്ട്. ഇങ്ങനെ വായിക്കും: ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണത്തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അത് കഴിഞ്ഞ് മിലേത്തിൽ പോയിട്ട് വായിക്കുന്നുണ്ട്. 2 തിമോഥെയോസ് 4:20 എരസ്തോസ് കുരിന്തിൽ താമസിച്ചു, തൊഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു എന്ന് വായിക്കുന്നു. ഫിലിപ്പിയർ 1:26 അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് പ്രശംസ ക്രിസ്തുവിൽ വർദ്ധിപ്പാൻ ഇടയാകും.
ഇവിടെ ഫിലിപ്പിയില് വെളിപ്പെടുത്തിയ ലേഖനം 2:24 പൗലോസ് ഫിലിപ്പിയിൽ എത്തുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോപോലിസില് എത്തിയ തീത്തോസിന്റെ ലേഖനം 3:12 വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഭാഗങ്ങൾ സഞ്ചരിച്ച ശേഷം AD 64 നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിലുണ്ടായ അഗ്നിബാധയുടെ സമയം മടങ്ങി റോമിലെത്തിയെന്നും നീറോയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ചരിത്രരേഖകൾ അപ്പോസ്തലനായ പൗലോസ് സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്രകാരം തനിക്കൊരു ഇടക്കാല മോചനം ലഭിച്ചുവെങ്കിൽ ഇടയലേഖനങ്ങൾ അക്കാലത്ത് എഴുതിയിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൗലോസ് ജീവനോട്ടിരിക്കുകയും വീണ്ടും ഫിലിപ്പിയിൽ സന്ദർശിക്കുകയും ചെയ്താൽ ദൈവം തന്നെ ഭദ്രമായി സൂക്ഷിച്ചത് ഓർത്ത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും തങ്ങളുടെ സുവിശേഷം അറിയിക്കുകയും തങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കാരണഭൂതനാകുകയും ചെയ്യുന്ന വ്യക്തിയെ ഒന്നുകൂടി കാണുവാനിടയായതിൽ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധം ആയിത്തീരുകയും ചെയ്യും എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർദ്ധനവ് അഥവാ സമൃദ്ധി എന്ന വാക്ക് ഈ ലേഖനത്തില് 5 പ്രാവശ്യവും പൗലോസിന്റെ ലേഖനങ്ങളിൽ 26 പ്രാവശ്യവും കാണുന്നുണ്ട്. അപ്പൊ രക്ഷയിലേക്കും ദൈവത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്കും നടത്തിയവരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ആ സന്തോഷാവസരങ്ങളും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിലിപ്പിയർ 1:27 ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവര് ഒരു പോർക്കളത്തിലാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഈ യുദ്ധം രക്ഷിക്കപ്പെടുമ്പോൾ തുടങ്ങി കർത്താവിന്റെ വരവ് വരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാന്ത്യം വരെ തുടരുന്ന ഒരു യുദ്ധമാണ്. നാം സ്വർഗപിതാവിന്റെ മക്കളെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ഭാഗ്യ പദവിയായ സുവിശേഷത്തിന്റെ കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ഫിലിപ്പിയർ 1:11 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് 12 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ 1-ാം അധ്യായം 12 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷക്കാരെന്ന നിലയിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിൽ പങ്കാളികളാണെന്നതിനെ പറ്റി അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. 1:27-30 വാക്യങ്ങളിൽ പോർക്കളത്തിലെ പടയാളികൾ എന്ന നിലയിൽ സുവിശേഷത്തിന്റെ സത്യങ്ങൾക്ക് അഥവാ വിശ്വാസം വേണ്ടി പോരാടണം പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോരിന്റെ ആയുധങ്ങള് ജഡീയങ്ങളല്ല, ശത്രുവിന്റെ ഏത് കോട്ടകളെ ഇടിച്ചു നിരത്താൻ പര്യാപ്തമായ ആത്മീയ ആയുധങ്ങളാണെന്ന് അപ്പോസ്തലൻ പൗലോസ് ആവർത്തിച്ച് പറഞ്ഞു വരുന്നുണ്ട്. എബ്രായ ലേഖനം 4:12, എഫെസ്യ ലേഖനം 6:11-12 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 10:3 എന്നീ ഭാഗങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. ഈ പോരിന്റെ ആയുധങ്ങളെ തക്ക സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ സാധ്യമായ കാര്യമല്ലത്. അതിനുമല്ല സഭയ്ക്കുള്ളിൽ ഗാഢമായ ഐക്യവും വ്യക്തി ജീവിതത്തിലെ ഏകാഗ്രതയും നിലനിർത്തേണ്ടതും ആവശ്യമാണ്. ഇവിടെ ആത്മീയ പോരാട്ടത്തിലെ വിജയത്തിനും വിശ്വാസത്തിന്റെ സംരക്ഷണയ്ക്കും അത്യന്താപേക്ഷിതമായ 3 കാര്യങ്ങൾ പൗലോസ് എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്ന്, അനുയോജ്യത അല്ലെങ്കിൽ യോഗ്യമാവണ്ണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. അപ്പൊ അനുയോജ്യത ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പി. ഈ പ്രസ്താവനയുടെ ശരിയായ വിവർത്തനം നിയമം അനുസരിക്കുന്ന പൗരന്മാരെ പോലെ വർദ്ധിപ്പീൻ എന്നുള്ളതാണ്. ഫിലിപ്പിയ നഗരം റോമൻ പൗരത്വമുള്ളവർ അനേകർ താമസിച്ച റോമൻ കോളനിയായിരുന്നു നമുക്കറിയാം. റോമ പൗരത്വം എന്നത് അന്നത്തെ ലോകത്തിൽ മറ്റേത് രാജ്യത്തെ പൗരത്വത്തിനേക്കാൾ വിലയേറിയതുമായിരുന്നു. ഈ പശ്ചാത്തലത്തില് ഫിലിപ്പിയർ 3:20 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നുവെന്ന ക്രിസ്ത്യാനികളുടെ പൗരത്വത്തെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു അർത്ഥവത്തായ കാര്യമാണ്. സ്വർഗീയ പൗരന്മാരാണ് നാം, അധിവസിക്കുന്ന സ്വർഗീയ കോളനിയാണ് ഈ ഭൂമി. നാം ഈ ലോകത്തിലെ രാജ്യങ്ങളിലെ പൗരന്മാരാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കാലം 70, 80, 100 വർഷം മാത്രം ഇവിടെ പാർക്കുന്ന വെറും താൽക്കാലിക വാസികളാണെന്നുള്ള ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അന്യദേശത്ത് പാർക്കുന്ന പരദേശികളാണ് നമ്മെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരദേശീയ വാസികളാകിയാൽ സ്വന്തം നാടിനായി കാത്തു വസിക്കുകയും അതിനായി ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുന്നവരാണ് നാം. ഹല്ലേലൂയ. അപ്പൊ നാം സ്വർഗരാജ്യത്തിലെ പൗരന്മാരാകിയാല് സ്വർഗരാജ്യത്തിലെ പൗരന്മാർക്ക് അനുയോജ്യമായ വിധം മാത്രം നാം ജീവിക്കണം. അല്ല, നമ്മൾ ഈ ലോകത്തിലെ പൗരന്മാരാണ്, ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നവരാണ്. എന്നാൽ നാം സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ്. അപ്പം അവിടേക്കാണ് നമ്മൾ പോകാൻ. ഇവിടെ നമ്മൾ താൽക്കാലികവാസികൾ. അതുകൊണ്ട് ആ സ്വർഗരാജ്യത്തിലെ പൗരന്മാരാകിയാല് അവിടുത്തെ ആ നിയമങ്ങൾ അനുസരിക്കുന്ന അനുയോജ്യമായ വിധം മാത്രം ജീവിക്കേണ്ടവരാണ് നാം. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്, നമ്മള് സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ്, അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി കാര്യങ്ങൾ വന്നാൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യം വരാം.
അപ്പം ദൈവനാമത്തിന് മഹത്വമില്ല, ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെന്ന് അതനുസരിക്കണമെന്ന് ഈ ലോകത്തിലെ ആ ഭരണകൂടങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടാൽ നമുക്കത് അനുസരിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, അനുസരിക്കാൻ കഴിയത്തില്ല. അവിടെ വരുമ്പോൾ അതുകൊണ്ടാണ് അനേക ദൈവദാസന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ രക്തസാക്ഷികളായി മാറിയത്. അവരോട് ദൈവത്തെ കർത്താവിനെ തള്ളിപ്പറയണം, കർത്താവിനെ ആരാധിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രശ്നമായി തീരും. അപ്പം ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് വിരുദ്ധമായി വരുമ്പോൾ നമുക്ക് മുറിവ് പിടിക്കാൻ കഴിയുന്നത് ആ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ആ സ്വർഗരാജ്യത്തിന്റെ ആ കൽപ്പനകൾ അതിന് അനുയോജ്യമാണ് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസ സമൂഹവും ഈ ലോകത്തിലെ ഗവൺമെന്റുകളും ഈ ലോകത്തിലെ ജനങ്ങളുമായി ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും പലയിടത്തും ഉണ്ടാകാൻ ഇടയാക്കിയത്. അപ്പൊ ഇവിടെ യോഗ്യമണ്ണം എന്ന് തർജ്ജമീകരിക്കുന്ന ഗ്രീക്ക് പദത്തിന് ആക്സിയോസ് അല്ലെങ്കിൽ തുല്യ തൂക്കം, തുല്യ മൂല്യം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഒരു പക്ഷി അതിന്റെ രണ്ട് ചെറുകളും ഒരുപോലെ ഉപയോഗിച്ച് പറക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ പെരുമാറ്റം ഉപദേശത്തിനും ജീവിതത്തിനും തുല്യ മൂല്യം കൊടുക്കുന്നതായിരിക്കണം. അത് ഒരിടത്തും ഒരു വീക്കായി പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം സുവിശേഷത്തിന് യോഗ്യമണ്ണമാകുന്നു എന്ന് നാം നമ്മെ തന്നെ സ്വയം പരിശോധിക്കേണ്ടതാണ്. റോമലേഖനം 16:2 നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ടു അവർക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിൽ സഹായിക്കേണ്ടത് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കും. അവിടെ വിശുദ്ധന്മാർക്ക് യോഗ്യമണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമണ്ണം നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 2:11 തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. എഫെസ്യർ 4:1 നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. അപ്പൊ എല്ലായ്പ്പോഴും അങ്ങനെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അവിടെ മറ്റു എക്സ്ക്യൂസുകളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിത്രമാണ് എബ്രായ ബാലന്മാര്, ദാനിയേലും മറ്റേ എബ്രായ ബാലന്മാരും നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവിടെ ചെന്ന് പെട്ടപ്പോൾ അവരോട് അവരുടെ ദേവന്മാർക്ക് അർപ്പിച്ച ആഹാരവും അത് ശ്രേഷ്ഠമായ രാജഭോജനമാണ്. അതുപോലെ അവർക്ക് കുടിക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യം കുടിക്കാൻ പറഞ്ഞപ്പോൾ പ്രമാണമുള്ള ആ ബാലന്മാര്, അവര് ബാലന്മാരൊക്കെയാണ്, പക്ഷെ ആ മാതാപിതാക്കളിൽ നിന്നും ഒക്കെ കേട്ട ആ പ്രമാണം അതിനെ വിട്ടുകളയാൻ അവർക്ക് മടിയായിരുന്നു. അതുകൊണ്ട് അതിനെ അവര് മുറുകെ പിടിച്ചു ആ പ്രമാണത്തിൽ. അപ്പം ആ എബ്രായ ബാലന്മാര് അവർക്ക് അവരെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമെന്ന് നിൽക്കാൻ തീരുമാനിച്ചു. അവിടെ അവർക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഒരുക്കിയ വിഗ്രഹത്തെ നമസ്കരിക്കാൻ പറഞ്ഞു. അവിടെയും അവർക്ക് പ്രമാണമുണ്ട്, അവർക്ക് യഹോവയാം ദൈവത്തെ മാത്രമേ അവർക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാജാവ് എതിരായി നിൽക്കുന്നോ രാജഭടന്മാരെതിരായി നിൽക്കുന്നോ തീ കൂട്ടിയിട്ടിരിക്കുന്നോ തീയുടെ ആ ശക്തി 7 മടങ്ങ് വർദ്ധിക്കുന്നതെന്നോ അവർക്കൊരു പ്രശ്നമല്ല. ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കുകയാണ് അവർ. അങ്ങനെ നിൽക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായി. തീയിൽ കൊണ്ടിട്ടവർ മരിച്ചു പോയപ്പോഴും അവര് തീയിലേക്ക് ചെല്ലുമ്പോൾ അവര് തീ കൊണ്ട് ഭയക്കുകയല്ല. ആ അഗ്നിക്കുള്ളിൽ നിൽക്കുന്ന ദൈവപുത്രനെ കണ്ടിട്ട് അവര് സന്തോഷത്തോടെ അതിലേക്ക് അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നൃത്തം ചെയ്യുന്ന ഒരവസ്ഥയാണ്, സന്തോഷം. കാരണം ഈ അഗ്നിക്ക് പുറത്ത് ദൈവപുത്രനിലായിരുന്നു, അഗ്നിക്കുള്ളിൽ ദൈവപുത്രനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ സന്തോഷമാണല്ലോ ഉണ്ടാകുക. അപ്പം അതാണ് ഒരു നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത്. വിളിച്ച വിളിക്ക് യോഗ്യമാവണം. അത് സാഹചര്യങ്ങളോ അല്ല ചുറ്റുപാടുകളോ എങ്ങനെയൊക്കെ ആയിത്തീരട്ടെ, അതൊന്നുമല്ല ഒരു വിശ്വാസ പ്രശ്നമായിരിക്കുന്നത്. ദൈവം നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് ഏതൊരു സാഹചര്യത്തിലും നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായിരിക്കണം. അതിന് മറ്റ് എക്സ്ക്യൂസുകളോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആ വിളിച്ച വിളിക്ക് യോഗ്യമായിരിക്കുമ്പോഴും ദൈവത്തിന്റെ ആ പ്രസാദം നമ്മളുണ്ടാവും. അപ്പം ആ ദൈവപ്രസാദമുള്ള ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. മറ്റ് അവിശ്വാസികളെ ലോകങ്ങളുടെ മുമ്പാകെ മാതൃകപരമായി ക്രിസ്തി നയിക്കുന്നവരായി നമുക്ക് ആയിരിക്കാൻ കഴിയും. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവിക കൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്കെതിരായി പ്രവർത്തിക്കുവാൻ പിശാചിന് പോലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ദൈവത്തോടൊപ്പം നിൽക്കുന്ന ഓരോ വിശ്വാസിയും വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരും ആയിരിക്കും. അപ്രകാരമുള്ള ജീവിതം തന്നെ നല്ല ക്രിസ്തീയ സാക്ഷ്യമുള്ളതായിരിക്കും. അതാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ട അടിസ്ഥാന ഘടകം. അങ്ങനെയുള്ളവരുടെ ജീവിത സാക്ഷ്യം തന്നെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതായിരിക്കും. എന്നാൽ മാതൃകാപരമായ ജീവിതം ഇല്ലാതെ ജീവിക്കുന്നവരുടെയും ജീവിതം ദൈവനാമം മഹത്വം എടുക്കുന്നതിന് പകരം ദൈവനാമം അവരോട് ദുഷിക്കുന്നതിന് ഹേതുവായിത്തീരും. അങ്ങനെ ഒരു ജീവിതം സുവിശേഷീകരണത്തിന് അത് തടസ്സം സൃഷ്ടിക്കുന്നതായിരിക്കും.
നിങ്ങളൊരു സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഒരു കോട്ട് ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ കേട്ട് കാണും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, പ്രീച്ച് ഗാസ്പൽ ഓൾവേസ്, ഈഫ് നെസസറി യൂസ് വേർഡ്സ്. എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷ പ്രസംഗമായിരിക്കണം. അപ്പം ആ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ നമ്മിലെ യേശുവിനെ തിരിച്ചറിയുവാൻ ഇടയായിത്തീരണം. അതിനുശേഷമേ വാക്കുകൾക്ക് സ്ഥാനമുള്ളൂ എന്നാണ് ഈ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞ ഇടയായിത്തീർന്നത്. അതേസമയം വാക്കുകൾ മാത്രമേ ഉള്ളൂ, ജീവിതമില്ലെങ്കിലോ അവിടെ ഒരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നത്തിന് കാരണമായി തീരും. സുവിശേഷത്തിന്റെ ഉന്നത നിലവാരവും ലക്ഷ്യവും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മിൽ ഓരോരുത്തരും അനിശ്ചിതമായിരിക്കുന്നത്. കേരളത്തിന്റെ പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറയുടെ ഒരു പ്രത്യേകതയും അതായിരുന്നു. അവരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്നവരുൾപ്പെടെ കർത്താവിലെ താഴ്മയും എളിമയും അവർക്ക് ഉണ്ടായിരുന്നു. അവർ മദ്യപാനവും പുകവലിയും ചീത്ത സംസാരം ദുശ്ശീലവും ഒക്കെ വെടിഞ്ഞ് സ്വഭാവ മഹിമയോടെ ജീവിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും എതിരായ പ്രവർത്തനത്തോട് പോലും സ്നേഹത്തോട് ഇടപെട്ടതുമൊക്കെ ദൈവത്തിന് പ്രസാദമുള്ളതും അവിശ്വാസികളാർക്ക് വരെ താല്പര്യപൂർവ്വം അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കണ്ട് അത്ഭുതപ്പെടുന്നതിനിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ളവര് രോഗികൾക്ക് വേണ്ടിയും മറ്റ് ഭാരമേറിയ അവസ്ഥകൾ കടന്നു പോകുന്നവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടക്കുവാനിടയാക്കി അറിവുള്ള വസ്തുതയാണ്. ആ തലമുറയെ കണ്ട അനേകര് അവരിലൂടെ അവരുടെ സ്വഭാവ മഹിമ കൊണ്ട് കർത്താവിനെ അറിയുവാനിടയായി അത് അത്ഭുതപ്പെടാനില്ല. ഹല്ലേലൂയ. എന്നാൽ ദുഃഖകരെന്ന് പറയട്ടെ, ഇന്ന് അവരുടെ 3-4 തലമുറകൾ എത്തിയപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരുൾപ്പെടെ അനേകരും പിതാക്കന്മാര് കാണിച്ചു തന്ന ആ അതിര് വിട്ട് അനേക കാലം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവരുടെയൊക്കെ മടങ്ങി വരവിനായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ 27-ാം വാക്യത്തിൽ പറയുന്ന ഏക മനസ്സോടെ ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തിൽ നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷ വിശ്വാസമായി പോരാട്ടം കഴിക്കുന്നത്. അപ്പൊ ഇവിടെ ഏക മനസ്സോടെ എന്നുള്ള ആ വിഭാഗം അതാ ഒരുമനപ്പെട്ട ഐക്യതയോടെ സഹകരണത്തോടെ ഒരു കോപ്പറേഷൻ ഉള്ളവരായി അതവിടെ അപ്പോസ്തലൻ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. സ്ഥിരമായി ഏക മനസ്സോടെ പോരാടുക. ആത്മീയമായ യുദ്ധത്തിന്റെ വിജയം ദൈവത്തിന്റെ ഏകോപിച്ചുള്ള തീവ്രമായ ഒരു യജ്ഞത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഏക മനസ്സ്, ഏക ചിന്ത, ഏകഭാവം, ഏക സ്നേഹം എന്നീ പദങ്ങള് 14 പ്രാവശ്യം ഈ ലേഖനത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഐക്യതയ്ക്ക് ഇത് ഊന്നൽ കൊടുക്കുന്ന കാര്യമാണ്. ഐക്യമായി പോരാടുക, അത് സഭയുടെ ഒരു അടിയന്തര ആവശ്യമാണ്. ദൈവങ്ങളുടെ ഐക്യത്തില് 4 കാര്യങ്ങൾ എടുത്തു പറയാൻ പറ്റും അവിടെ. ഒന്ന്, ഏകാത്മാവിൽ നിലനിൽക്കുക. ആദർശത്തിലും ലക്ഷ്യത്തിലുമുള്ള ഐക്യത. ദൈവസഭ ഏകോപിപ്പിച്ച് ഉണർവോടെ പ്രവർത്തിക്കേണ്ട ഒരു സംഘമായിരിക്കണം, എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഏക മനസ്സുള്ളവരായിരിക്കുക. ഒരു വ്യക്തിയെ ബാഹ്യലോകവുമായുള്ള വ്യക്തിക്ക് ബാഹ്യലോകമുള്ള ഇടപാടിന്റെ കേന്ദ്രമാണ് ആ വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത്, അഥവാ ദേഹി. സഭാവിശ്വാസികൾക്ക് വികാരം, താല്പര്യം, തീരുമാനം ഇവയിലുള്ള ഐക്യത ഒരു അനിവാര്യമായ ഘടകമാണ്. ഒരു പ്രാദേശിക സഭ ഏക വ്യക്തിയായി രൂപം കൊള്ളണമെന്ന ആശയമാണ് ഇവിടെ കാണുന്നത്. ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങൾ ചേർന്ന് മനുഷ്യൻ ഏക വ്യക്തിത്വമുള്ളവനായി പ്രവർത്തിക്കുന്ന പോലെ സഭ ഏക വ്യക്തി എന്നവണ്ണം വേണം പോരാടേണ്ടത്. കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കാൻ കഴിയാതിരുന്നവർ ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്നതായിട്ട് 4-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ ഐക്യമില്ലായ്മ അവസാനിപ്പിച്ച് വീണ്ടും സ്നേഹിതരായി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രബോധനം കൂടിയാണ് പൗലോസ് അവിടെ നൽകുന്നത്. സഭകളിൽ ഉണ്ടാകുന്ന വചനവിരുദ്ധമായ ഭിന്നത ശത്രുവിന് വളരെ സന്തോഷം നൽകുന്ന അവസ്ഥയാണ്. വിഭജിപ്പിച്ച് കീഴടക്കുക എന്നാണ് ശത്രുവിന്റെ ലക്ഷ്യം. ഡിവൈഡ് ആൻഡ് കോൺകർ. പരസ്പരം സ്നേഹിച്ചും പൂർണ്ണ ഹൃദയത്തോടെ തമ്മിൽ യോജിച്ചും ഒരേ ഹൃദയവും ചിന്തയും ലക്ഷ്യമുള്ളവരായി ജീവിതത്തിലും സുവിശേഷത്തിലും വിജയിക്കുക എന്നാണ് ദൈവീയ പ്ലാനും പദ്ധതിയും. ദൈവമക്കൾക്ക് തങ്ങളുടെ മത്സരമൊക്കെ വെടിഞ്ഞ് പരസ്പരം ഐക്യതയിൽ പ്രവർത്തിക്കേണ്ട കാലമാണിത്. ഐക്യത എന്നാൽ ശക്തിയും കെട്ടുറപ്പുമാണെങ്കിൽ അനൈക്യമെന്ന് പറയുന്നത് ചിതറിക്കുന്നതും വിനാശവുമാണ്. അതാണ് സാത്താൻ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ജനത്തെ ആക്കി തീർത്തിട്ട് അവരുടെ ശക്തിയെ ചോർത്തിക്കളഞ്ഞിട്ട് അവരെ കീഴടക്കി തന്റെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് സാത്താനുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഏകാത്മാവിൽ നിലനിൽക്കുക ഒന്നാമത് ചിന്തിച്ച്, രണ്ടാമത് ഏക മനസ്സുള്ളവരായിരിക്കുക, 3 പ്രവൃത്തിയിലുള്ള ഐക്യത. അപ്പൊ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ഐക്യമായി പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമാണ്. ഐക്യം നഷ്ടപ്പെട്ട സഭ ശക്തി നഷ്ടപ്പെട്ട സഭയായിരിക്കും. ശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി തീരും. വേർപെട്ട സഭകളുടെ ഇന്നത്തെ പരാജയത്തിന്റെ കാരണം ആന്തരികമായ ഐക്യമില്ലായ്മയും അധികാരത്തിലുള്ള പോരാട്ടങ്ങളുമാണെന്ന് കാണാൻ സാധിക്കും.
ഇതൊന്നും അവസാനിപ്പിക്കാതെ സഭയ്ക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകുവാനോ ആത്മാക്കളെ നേടുവാനോ അല്ലെങ്കിൽ വരുമാനിരിക്കുന്ന തലമുറയെ നയിക്കുവാനോ നേരാപാത നയിക്കുവാനോ ഒന്നും കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകും. അപ്പം പുറത്തുനിന്ന് ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ ആ ശത്രുവിനെ ഒരുമിച്ച് നേരിടുവാൻ കഴിയാതെ ഉള്ളിലുള്ളവർ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുക? ഒരു രാജ്യത്തിന് എതിരെ ശത്രു കടന്നു വരുമ്പോൾ ഉള്ളിൽ പോരടിക്കുകയാണെങ്കിൽ ശത്രുവിന് ഈ വളരെ നിസ്സാരമായി കടന്നു വന്ന് രാജ്യത്തെ കീഴടക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ശത്രുവിന് മുമ്പിൽ തോറ്റോട്ടേണ്ട അവസ്ഥ ഉണ്ടായെന്നിരിക്കും. അപ്പൊ ദൈവത്തിന് വണ്ടി ഉണ്ടാകുന്ന ഐക്യത്തെക്കുറിച്ച് ദൈവത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, എൻ്റെ അതിന്റെ സമയമില്ലല്ലോ. 1 കൊരിന്ത്യർ 1:10, 2 കൊരിന്ത്യർ 13:11, എഫേസ്യർ 4:3, കൊലോസ്യർ 2:2, 1 പത്രോസ് 3:8. അവയിൽ ചില ഇതൊക്കെ അതിൽ ചില വാക്യങ്ങളാണ്. അപ്പൊ അന്യോന്യം സഹകരിച്ച് മുന്നേറുമ്പോൾ ആത്മീയ പോരാട്ടത്തിൽ അത് വിജയത്തിന് കാരണമായി തീരും. വിശ്വാസികളുടെ മധ്യയുള്ള ഐക്യതയുടെ പരമപ്രദമായ ലക്ഷ്യം ദൈവഹിതം നിവർത്തിക്കപ്പെടുകയും ദൈവനാമം മഹത്വം എടുക്കപ്പെടുകയും ചെയ്യണം എന്നത് മാത്രമാണ്. അതുപോലെ അടുത്തൊരു പ്രവൃത്തിയുള്ള ഐക്യതയെ പറ്റിയാണല്ലോ പറഞ്ഞു. അതിനുശേഷം വിശ്വാസത്തിന്റെ ഐക്യത, അത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാടുക. വിശ്വാസം എന്ന രണ്ടർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ മറ്റുള്ളവർ പ്രസംഗിക്കുന്ന സുവിശേഷം. രണ്ടാമത് വിശ്വാസ സത്യങ്ങളുടെ സമാഹാരം, അതാ വിശ്വാസ പ്രമാണം. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരമുള്ള വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം. ക്രിസ്തീയ സഭയ്ക്ക് ഉത്കൃഷ്ടമായ ഒരു വിശ്വാസ പ്രമാണം ഉണ്ട്. അവയ്ക്ക് വേണ്ടി പോരാടി രക്തസാക്ഷികൾ എത്തിരുവാൻ അനേകർക്ക് ഇടയായിട്ട് നമുക്കറിയാം. അപ്പൊ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതാൻ വിശ്വാസം എല്ലായ്പ്പോഴും യത്നിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എത്രയോ വിശാലമായ ഒരു അർത്ഥമാണ്. നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രമാണങ്ങളും തെറ്റുകൂടാതെ കാക്കുവാൻ വിശ്വാസത്തിൽ ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കണം. സുവിശേഷ പ്രകടനത്തിൽ സത്യവിശ്വാസത്തിൽ ചേരാത്ത സകലത്തോടും നാം സ്ഥിരമായി അവസാനം വരെ എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ ഇതിന്റെ സകല പ്രമാണങ്ങളും ഒത്തത് നേടി ഞാൻ സകല വ്യാജ മാർഗത്തെയും വെറുക്കുന്നുവെന്ന് സങ്കീർത്തനം 119:128 നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രമാണം. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുത്ത് നിൽപ്പാന് ദൈവകൽപ്പന പ്രമാണിച്ച് ആ വിശ്വാസത്തിൽ ഉറപ്പെടുവാനായി ദൈവനാമത്തിനായി ദൈവപ്രകാരം മുന്നോട്ട് പോകാൻ നമുക്ക് ഇടയാ തീരണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന സഭയ്ക്കുള്ളിൽ കാണുന്ന ആ പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവജനം ഈ ദിവസങ്ങളിൽ മടങ്ങി വരേണ്ട ഒരു സമയമാണ്. മടങ്ങി വന്ന് ആ ദൈവ ഇതപ്രകാരം ആയിത്തീരുന്നെങ്കിൽ അത് അടുത്ത തലമുറയെ പോലും ബാധിക്കുന്ന ഒരു ഭാരമേറിയ വിഷയമായിത്തീരും നമ്മൾ മനസ്സിലാക്കി തരണം. ഞാൻ എന്റെ സമയം അവസാനിക്കുന്നല്ലോ. ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. രാത്രികാല ഐശ്വര്യമായ സ്വർഗ്ഗത്തിലെ ദൈവം വചനത്തിലൂടെ നമ്മളെ അനുഗ്രഹിച്ചല്ലോ. വചനത്തിന്റെ വാതില് ദൈവഭക്തിനെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തു, മരിക്കുന്ന എനിക്ക് ലാഭം. അനേക വേദഭാഗങ്ങളിലേക്കൊക്കെയും പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിന്റെ വാതില് ഭക്തിന് തുറന്നു കൊടുത്ത് നമ്മളെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചന അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിനായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഹല്ലേലൂയ സ്തോത്രം നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ ജീവിത അനുഭവങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്ന ക്രിസ്തു ആണെന്ന് അപ്പോസ്തലൻ പൗലോസ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാതൃകയാക്കുക. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുക എന്നതാണ് ഹല്ലേലൂയ അപ്പോസ്തലൻ പൗലോസിന്റെ തന്റെ ജീവിത ലക്ഷ്യം. ഹല്ലേലൂയ സ്തോത്രം. ഒരു കച്ചവടക്കാരന് ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ ധനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഒരു പടയാളിക്ക് കീർത്തിക്കും. ഹല്ലേലൂയ വിജയത്തിനും വേണ്ടിയാണ്. ഹല്ലേലൂയ ഒരു രാജാവിന് സുന്ദര സാമ്രാജ്യത്തിന്റെ രാജ്യങ്ങളൊക്കെയും കർത്താവെ കണക്ക് കൂട്ടുന്നു. ഇനി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ വേണം അവരുടെ ദൈവമേ ഭരണാധികാരികളൊക്കെ സമാധാനം സമൃദ്ധിയായി നൽകണമേ. ജ്ഞാനവും ജ്ഞാനാത്മാവും ഒക്കെ തിരുമേനി വെളിപ്പാടും ദർശനവും അവർ നൽകണമേ. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മാനവും മഹത്വവും കർത്താവിന് പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുനഃപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശിസും ജനങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും
ഈ രാത്രി കാലം സംബന്ധിച്ച് എല്ലാ മക്കളുടെ മേലും മക്കളുടെ മേലും വന്യ സംസാരിച്ച വിലപ്പെട്ട ഭക്തന്റെ കുടുംബം കുഞ്ഞുങ്ങളുടെ മേലും പൂർവ്വസാല വിശുദ്ധന്മാരുടെ മേലും സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളുടെ മേലും ഇതൊന്നും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത എപ്പോഴും കൃപയും സാന്നിധ്യവും എല്ലാ മക്കളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിപ്പാൻ ദൈവത്തിനെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യാം. ലൈനിൽ പങ്കെടുത്ത എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പ്രിയ അനിയച്ചാനോടും വചനം സംസാരിച്ച പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമറ്റം, പാട്ടുപാടിയ സിസ്റ്റർ ബാപ്സി, എല്ലാവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈനിൽ പങ്കെടുത്തവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെയും ഉച്ചയ്ക്കും നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വൈകിട്ട് നടക്കുന്നതായ ഇംഗ്ലീഷ് മലയാളം ബൈബിൾ പ്രയർ ലൈനും അനുഗ്രഹമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ഈ ആഴ്ച മുഴുവനും ഹെബ്രോൺ ചർച്ചിലെ മിഷൻ വീക്കായിട്ട് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെ നടന്ന പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. മിഷൻ ലോകവ്യാപകമായി സുശേഷീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നടക്കുന്നത്. നാളെ കഴിഞ്ഞും വൈകിട്ട് 7 മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രത്യേകം ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരൊക്കെയും കടന്നു വരണമേ എന്ന് അപേക്ഷിക്കുന്നു. നാളെ വൈകിട്ട് 7 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾക്ക് സൗകര്യമുള്ളവരൊക്കെ ചർച്ചിൽ കടന്നു വരുവാൻ അപേക്ഷിക്കുകയാണ്. കർത്താവ് അതിനുള്ള കൃപ നൽകട്ടെ, സഹായിക്കട്ടെ. ആർക്കെങ്കിലും റൈഡോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. രാത്രിക്കാല ലൈനിൽ പങ്കെടുത്ത എല്ലാവരുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രാർത്ഥനയോടെ നമുക്ക് വിശ്രമിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 5 മണിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുവാൻ തക്കോണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലസ്ഡ് നൈറ്റ്. സീ യു അഗെയിൻ ടുമോറോ മോർണിംഗ്. ഗോഡ് ബ്ലസ് യു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകും.